എടാ ഈ ഫോണൊന്ന് കണക്ട് ചെയ്താ. വണ്ടി പേടിക്കണ്ട, നമ്മൾ യാത്ര ചെയ്യുന്നത് ലെവൽ 2 16ഓളം സേഫ്റ്റി ഫീച്ചറുള്ള കിയ സെൽറ്റോസിലാണ്. അപ്പോൾ ഈ ഒരു അഡാസ് ലെവൽ 2 അതേപോലെ 16ഓളം സേഫ്റ്റി ഫീച്ചർ, അതേപോലെ 23ഓളം സേഫ്റ്റി ഫീച്ചർ എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ സെയിൽസ്മാനൊക്കെ പറഞ്ഞതായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഈ അഡാസ് ലെവൽ 2 അതേപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്നൊക്കെ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാസിൻ്റെ സേഫ്റ്റി ഫീച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള നമ്മളെ സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ കേട്ടോ. അഥവാ നമ്മൾ ഏത് സ്പീഡിലാണോ വാഹനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു സ്പീഡിൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. അത് നമ്മളെ വാഹനത്തിന് മുന്നിൽ ഏതെങ്കിലും വാഹനങ്ങളോ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ബ്രേക്ക് അപ്ലൈ ചെയ്യുക, അതേപോലെ സ്ലോ ആക്കേണ്ട സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആക്കുക. ഇതൊക്കെ വാഹനം തനിയെ ചെയ്തോളൂ കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് മാത്രം, സിമ്പിളാണ് സെറ്റ് ചെയ്യാൻ. സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ലെയിൻ കീപ്പ് അസിസ്റ്റ് കേട്ടോ. അഥവാ വാഹനം ട്രാക്കിൻ്റെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്കിൻ്റെ അകത്തേക്ക് തന്നെ തിരിച്ചു വരുന്നൊരു ഓപ്ഷന്, അഥവാ വാഹനം സ്റ്റെയറിങ് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്നൊരു സിസ്റ്റം. പിന്നെ വരുന്നത് ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മിററിൽ ഇതുപോലെ ഇൻഡിക്കേഷൻ കാണിക്കും. ഇൻഡിക്കേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിലൊക്കെ വാഹനങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടെന്നോ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെന്നോ ഒക്കെ നമുക്ക് ഒരു ചെറിയ സിഗ്നലോട് കൂടി നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി സേഫ്റ്റിയാണ്. അതേപോലെ നമ്മൾ വാഹനം ഏതെങ്കിലും വാഹനത്തിൻ്റെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ അഥവാ സേഫ്റ്റി ഫീച്ചർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചറാണ് നമ്മൾ വാഹനത്തിന് വരുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ പറയുന്നത്. ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അഡാസ് ലെവൽ 2 വരുന്നുണ്ട്. അപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ ഏറ്റവും ഉപയോഗപ്രദമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ക്രൂയിസ് കൺട്രോള്, അതുപോലെ ലെയിൻ കീപ്പ് അസിസ്റ്റ്, അതേപോലെ നമ്മളെ വാഹനത്തിൻ്റെ മുന്നിൽ ഏതെങ്കിലും വാഹനങ്ങളോ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം. പിന്നെ അതുപോലെ നമ്മൾ വാഹനങ്ങളിൽ രാത്രിയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് എതിരെ നിന്ന് വരുന്ന വാഹനങ്ങളെ നോക്കിയിട്ടും അതേപോലെ വെളിച്ചക്കുറവൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായി ഡിമ്മും ബ്രൈറ്റും അഥവാ ഹൈ ബീം ലോ ബീമൊക്കെ വർക്കൗട്ടാവും. അതുപോലെ സ്കൂൾ ഏരിയ, കുട്ടികൾ ക്രോസ് ചെയ്യുന്ന ഏരിയ അതൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അലാറം ചെറുതായിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇൻ്റലിജൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 2 കോർണറിലും ഓരോ റഡാറുകൾ വീതം വെച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും 2 മൂലയിലും ഉണ്ട്. അതുപോലെ വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ കണ്ടോ നല്ലൊരു പക്കാ ക്യാമറ, അഥവാ ഇത് ഇൻ്റലിജൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്യാമറയും അതേപോലെ ഒരു റഡാറും ബമ്പറിൻ്റെ മുന്നിലെ റഡാറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഉപയോഗപ്രദമായ ഒരു ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് കുറച്ച് പൈസ കൂടിയാലും നല്ല സേഫ്റ്റി ഫീച്ചറുള്ള വാഹനങ്ങൾ എടുക്കുക. അതുപോലെ നമ്മളെ പേജൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.